ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി നമ്മളൊന്ന് പറയാൻ പോകുന്നത് എൻ്റെ ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ്, നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പിനെ കുറിച്ചാണ്. അപ്പോൾ കുറച്ച് പേര് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്രിപ്റ്റോ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ, ഏത് ആപ്പാണ് ഉപയോഗിക്കുന്ന സംഭവങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി പ്രൊമോഷനോ സംഭവങ്ങളൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പ് കുറിച്ച് ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇത് നമ്മുടെ ആപ്പിൻ്റെ പ്രൊമോഷനോ സംഭവങ്ങളൊന്നും അല്ല. ഞാൻ ആക്ച്വലി എന്താ വെച്ചാൽ ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി അത്യാവശ്യം റിസ്ക് തരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ വെച്ചാൽ ഇത് നമ്മുടെ ഈ മ്യൂച്വൽ ഫണ്ട് അതുപോലെ ഒന്നും അങ്ങനെ ഫുള്ളി റെഗുലേറ്റഡ് അല്ല. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ആക്ച്വലി ലീഗൽ തന്നെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇല്ലീഗൽ സംഭവങ്ങളൊന്നും അല്ല, ഇപ്പോൾ ഇത് ലീഗൽ തന്നെയാണ്. നമുക്കത് ഇതുപോലെ തന്നെ ഇപ്പോൾ ഇഷ്ടംപോലെ ആപ്പുകളും അതുപോലെ തന്നെ സേഫ് ആയിട്ടുള്ള ആപ്പുകളും സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ അതിൻ്റെ അതേതായ ഒരു റിസ്ക്കും സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രൊമോട്ടോ സംഭവങ്ങളൊന്നും ചെയ്യുന്നില്ല, ക്രിപ്റ്റോയുടെ സംഭവങ്ങളൊന്നുമില്ല. ഞാൻ ആദ്യം എടുത്ത് പറയാണ്, നമ്മൾ ആക്ച്വലി 3 കോയിൻസിൽ ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി നോർമലി ഒരു ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ലാഭം വരുമ്പോൾ നമ്മൾ വിൽക്കും, അങ്ങനെയുള്ളൂ. അല്ലാണ്ട് ലോങ് ടേം സംഭവങ്ങളൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ നോർമൽ എന്താ പറയുക ട്രേഡിങ്ങോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. ട്രേഡിംഗ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മുടെ ഇപ്പോൾ നമ്മൾ ഷെയറിൽ ചെയ്യണ പോലെ ഭയങ്കര എന്താ ഇൻഡെപ്ത് ട്രെയിനിങ് സംഭവം ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ 3 ഒരു ഫേമസ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഈ ക്രിപ്റ്റോ എന്ന് പറയുന്നത് ഒരു ഇഷ്ടം പോലത്തെ കോയിനുകളുണ്ട്. എന്ന് വെച്ചാൽ കുറേ ഉടായ്പ കോയിൻസുകളുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനത്തെ കോയിൻസിലൊക്കെ പോയി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാശ് പോകണ വഴി അറിയില്ല കേട്ടോ. എന്ന് വെച്ചാൽ കുറേ എന്താ പറയുക ഫേക്ക് കോയിൻസ് അല്ലെങ്കിൽ എന്താ പറയുക ഗെയിമിംഗ് കോയിൻസ്, ഒരു ടെമ്പററി പർപ്പസിനൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ കോയിൻസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ടുള്ള കോയിൻസുകൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന കോയിൻസ് പറയുന്നത് ബിറ്റ് കോയിനാണ്. ബിറ്റ് കോയിൻ പക്ഷേ ഭയങ്കര റേറ്റ് കൂടുതലാണ്. പക്ഷെ നമുക്ക് 500 രൂപയൊക്കെ വെച്ച് തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അത് വേറെ കാര്യം. നമ്മളിപ്പോൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ ഒരു സ്റ്റോക്ക് വാങ്ങിക്കണമെങ്കിൽ സ്റ്റോക്കിൻ്റെ ഫുൾ എമൗണ്ട് പേ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ക്രിപ്റ്റോയിൽ സംഭവത്തിലൊന്നും. ഞാൻ ഉപയോഗിക്കുന്നത് മഡ്രക്സ് എന്ന് പറഞ്ഞൊരു ആപ്പാണ്. മഡ്രക്സ് എന്ന് നിങ്ങൾ അറിയാം, ഇതൊരു USA ബ്രാൻഡാണ് സംഭവം. നമ്മുടെ ഇക്കോണമിക് ടൈംസ് ഉണ്ടല്ലോ, നമ്മുടെ ന്യൂസ് പേപ്പർ സംഭവങ്ങളൊക്കെ അവരുടെ ഒരു പാർട്ട്നേർഡായിട്ടുള്ള ഒരു ആപ്പും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സേഫുമാണ്. ഞാൻ ഉപയോഗിക്കുന്നത് അവരുടെയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ തന്നെ അവർക്ക് ക്രിപ്റ്റോ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് എന്താ ഒരു മിക്സ് ഓഫ് സ്റ്റോക്സ് ആണ്. അതുപോലെ തന്നെ ഇവർക്ക് ക്രിപ്റ്റോൻ്റെ ഒരു മിക്സ് ഓഫ് ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെ, അല്ലാണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് കോയിൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതിൽ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ആദ്യം ഇതുപോലെ തന്നെ ഒരു മിക്സ് ഓഫ് കോയിൻസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മന്ത്ലി ബേസിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. SIP പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഡോളറിലാണ് വരിക കേട്ടോ. ഇവർ ചെറിയൊരു ഫീസും കൊടുക്കുന്നുണ്ട്. വലിയ ഭയങ്കര ഫീസ് കുറവാണ് ബാക്കി കമ്പയർ ചെയ്യുമ്പോൾ, ബാക്കി എല്ലാ ആപ്പുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഫീസ് കുറവാണ്. ഞാൻ എൻ്റെ സ്ക്രീനിൽ തന്നെ ഞാൻ കാണിച്ചു തരാം. എന്താ വെച്ചാൽ ഞാൻ ചുമ്മാ പറയാമെന്ന് വിചാരിക്കേണ്ട. നമുക്ക് എന്തായാലും സ്ക്രീനിൻ്റെ എന്താ പറയുക, ഞാൻ സ്ക്രീൻ എൻ്റെ മൊബൈലിലേക്ക് നാട്ടിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ 2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, പേജ് ഫോളോ അടിക്കാത്ത ഫോളോ അടിക്കുക മറക്കണ്ട കേട്ടോ. താഴെ കൊടുത്തിട്ടുണ്ടെല്ലാം തപ്പം മറക്കണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ, ഞാൻ മൊബൈൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അൺലോക്ക് ചെയ്യട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്പ്. ഞാൻ പറഞ്ഞില്ലേ മഡ്രക്സ് എന്ന ആപ്പ്, ഇതാണ് സംഭവം കേട്ടോ. അപ്പോൾ മഡ്രക്സിൽ ഇതിപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തു. ഇപ്പോൾ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഞാൻ ഇപ്പോൾ എനിക്ക് കുറച്ച് ലാഭ സംഭവങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ വിറ്റുണ്ടായിരുന്നു. അപ്പോൾ ഇനി ബാക്കി എന്ത് സംതിങ് റോങ് കാണിക്കണമല്ലോ, ലോഡാവുന്നില്ലേ എന്തോ. നമുക്ക് വൈഫൈ മാറ്റി അത് എന്തോ സർവർ ഇഷ്യൂ ഉണ്ടോ സാധനം ലോഡാവുന്നില്ല. നിങ്ങൾക്ക് അതപ്പോൾ വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഇഷ്ടം. ഇതിപ്പോൾ എനിക്ക് ആക്ച്വലി ഇപ്പോൾ -48 ആണ് റിട്ടേൺ വന്നിരിക്കുന്നുണ്ടോ. ഇത് കണ്ടോ, ട്രസ്റ്റഡ് ക്രിപ്റ്റോ പാർട്ണർ ഓഫ് ഇക്കോണമിക്സ് ടൈംസ് വന്നിരിക്കുന്നുണ്ടോ. അപ്പോൾ അവരുടെ ഒരു ട്രസ്റ്റഡ് പാർട്ണറാണ്. അപ്പോൾ അത്ര കൂതറ ആപ്പ് സംഭവമൊന്നുമല്ല, ചൈനീസ് ഒന്നും അല്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾക്കിപ്പോൾ എന്തെങ്കിലും കറണ്ട് വാല്യൂ എന്ന് വെച്ചാൽ 16,510 രൂപയാണ്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 40 സംതിങ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ റീസെൻ്റ്ലി കുറച്ച് അത് തിരിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം റേറ്റ് കൂടിയപ്പോൾ ഒരു 2-3 ദിവസം മുമ്പ് അത്യാവശ്യം ക്രിപ്റ്റോയുടെ റേറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന കോയിൻ ഏതൊക്കെ കോയിൻസുകളാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇതിവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ 3 ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. വോൾട്ട് എന്നൊരു സംഭവം ഉണ്ട്. നമുക്ക് ഒരു FD ഇടുന്ന പോലത്തെ ഒരു സംഭവം ഇതിൽ അവൈലബിൾ ആണ്. വോൾട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, എന്ന് വെച്ചാൽ റിസ്ക് കൂടുതലാണ്. പക്ഷേ 10% റിട്ടേൺ അവർ പറയുന്നത് കേട്ടോ. പിന്നെ കോയിൻ സെറ്റ്, അതാണ് ഞാൻ പറഞ്ഞ മ്യൂച്വൽ ഫണ്ട് പോലെ കേട്ടോ. എന്ന് വെച്ചാൽ മിക്സ് ഓഫ് കോയിൻസ്. പിന്നെ കോയിൻസ്, അപ്പോൾ ഇതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കോയിൻസ് എന്ന് വെച്ചാൽ റിപ്പിൾ ഉണ്ടെങ്കിൽ, കാർഡോണോ ഉണ്ട്, ട്രോണും ഉണ്ട്. ട്രോണ് ഭയങ്കര റേറ്റ് കുറവാണ്. പക്ഷേ ട്രോണിൻ്റെ ഒരു ഫ്യൂച്ചറൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അടുത്ത 2025 ആകുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് കൂടുന്നൊക്കെയാണ് പറയുന്നത്. ഡബിൾ റേറ്റ് ഒക്കെ ആവുന്ന പറയുന്നത്. ഇതിന് ഇപ്പോൾ ട്രോണിന് ഒരു കോയിന് 9 രൂപയ്ക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ല സുഖമാണ്. ഇത് ലോങ് ടേം ഇപ്പോൾ പക്ഷേ -58% ഡൗൺ ആയിട്ട്, 0.56% ഡൗൺ ആയിട്ട് കിടക്കുന്നത്. ഇതിപ്പോൾ എല്ലാം ഡൗൺ ആകണ്ടോ.
കാർഡനോ ഉണ്ട്, കാർഡനോയിലും ഇപ്പോൾ ചാടാ ADA അത് 55 രൂപ തന്നെയാണ്. ഇപ്പോൾ 2-3 ദിവസം മുമ്പ് ഈ സാധനം 60 രൂപയ്ക്ക് അതിനാന്ന് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് വിറ്റുണ്ടായിരുന്നു. അപ്പോൾ ഇനി എൻ്റെ ഇനിയിപ്പോൾ ബാക്കി എൻ്റെ ഉള്ളത് എനിക്ക് തോന്നുന്നു എത്ര 112 കൂടെ ഉള്ളൂ. അതുപോലെ തന്നെ റിപ്പിൾ ഞങ്ങൾക്ക് വിറ്റുണ്ടായിരുന്നു 2-3 ദിവസം മുമ്പ്. റിപ്പിൾ ഇപ്പം എൻ്റെ 172 കൂടെ ഉള്ളൂ. ഇതിനും ഇപ്പോൾ പ്രൈസ് 57 ഞാൻ ഇത് വാങ്ങിച്ച സമയത്ത് എനിക്ക് തോന്നുന്നതിന് 50 കുറച്ച് 2-3 ദിവസം മുമ്പ് ഈ സാധനം 60 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് വേരിയേഷൻ വരും, ഭയങ്കരമായിട്ട് താഴെ പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് നമ്മൾ ക്രിപ്റ്റോ എന്ന് പറയുന്നത്. അപ്പോൾ റിസ്ക് ഭയങ്കര കൂടുതലാണ്, പക്ഷേ റിട്ടേൺ നമുക്ക് അതിനനുസരിച്ച് പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസും ഭയങ്കര കൂടുതലായിരിക്കും. എന്താ വെച്ചാൽ നമ്മുടെ ഷെയർ പോലെയല്ല, ഷെയറും നമുക്ക് അത്യാവശ്യം നല്ല റിട്ടേൺ എടുക്കാൻ പറ്റും. നമ്മുടെ എന്താ പറയുക മ്യൂച്വൽ ഫണ്ട് പോലെയല്ല. മ്യൂച്വൽ ഫണ്ടിലൊക്കെ നമുക്കൊരു മാക്സിമം ഒക്കെ ഒരു 20% റിട്ടേൺ നോർമലി കിട്ടുക. അതിൻ്റെ 50% കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് ഷെയറിലൊക്കെ. പക്ഷേ ഇതിലാകുമ്പോൾ നമുക്ക് ഇതിൽ തന്നെ ഇവർ കാണിക്കുന്നുണ്ട്, ഞാനത് കാണിച്ചു തരാം. 78% റിട്ടേണൊക്കെ അവർ കാണിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ബിറ്റ് കോയിൻസിൻ്റെ താഴെ കാണിക്കുന്നുണ്ട് 3 year റിട്ടേൺ 44%. എതേറിയം 213% റിട്ടേണൊക്കെ കാണിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത കോയിൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതോടെ പോയി റിപ്പിളാകുമ്പോൾ നമുക്ക് 2020 എൻ്റെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്താറിന് 24 hour കാണിക്കുന്നത്. ഇതിപ്പോൾ 3 year ആണെങ്കിൽ 162% റിട്ടേണൊക്കെ കാണിക്കുന്നുണ്ടോ. അപ്പോൾ റിട്ടേൺ കൂടുതൽ കിട്ടാവുന്ന ഒരു ഈ സംഭവമാണ്. അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റും ആകാം ലോസോ ആകാം. അപ്പോൾ അത് നോക്കിയും കണ്ടൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പോൾ ഇനി February സംതിങ് ഒക്കെ ആകുമ്പോൾ ഇതിൻ്റെ ഒരു റിപ്പിളും അതുപോലെ തന്നെ അങ്ങനത്തെ കാർഡനോ അതൊക്കെ അത്യാവശ്യം കൂടുന്നതാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് ഇവരുടെ കുറേ ന്യൂസും സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കി നോക്കാം. അത്യാവശ്യം പഠിച്ചിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യട്ടാ. ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത 2-3 കോയിൻസുകളാണ് ഈ കാർഡൻ. പിന്നെ എതേറിയം അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യയുടെ വേറെ കോയിൻ ഉണ്ട് പോളിഗൺ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സേഫ് ആയിട്ടുള്ള സംഭവങ്ങളാണെന്ന് വെച്ചാൽ ഭയങ്കര ഡ്രാസ്റ്റിക്കലി ആയിട്ടൊന്നും കുറയില്ല. പക്ഷേ ഞാൻ റെക്കമെൻഡേഷൻ സംഭവം ചെയ്യുന്നില്ല കേട്ടോ. ഓൾറെഡി ഞാൻ എടുത്തു പറയാമെന്ന് വെച്ചാൽ അതൊക്കെ ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണ്. അപ്പോൾ പിന്നെ ഞാൻ ഭയങ്കര എമൗണ്ട് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കരമായിട്ട് ഡ്രാസ്റ്റിക്കലി എന്താ പറയുക പ്രോഫിറ്റ് കിട്ടാനും ഡ്രാസ്റ്റിക്കലി ലോസ് കിട്ടാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര വലിയ ഹ്യൂജ് എമൗണ്ടൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ട്രൈ നോക്കാൻ ചെറിയ എമൗണ്ടിൽ ഞാൻ ഇതുപോലെ തന്നെ ചെറിയ എമൗണ്ട് ട്രൈ നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കും ചെയ്യണം, അത് വേറെ കാര്യം. അപ്പോൾ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഇന്ത്യയിൽ ലീഗലായിട്ടുള്ള എന്താ പറയുക സംഭവം തന്നെയാണ് ക്രിപ്റ്റോ. അപ്പോൾ കുറേ പേര് ഇപ്പം നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്നൊക്കെ പറയുന്നത് ചൂതാട്ടം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ പറഞ്ഞ് പരത്തിൻ്റെ വിവരമില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് ഇപ്പം അതേപോലെ തന്നെയാണ് ഇതും. അപ്പോൾ ഇത് വെച്ച് ഇഷ്ടം പോലെ ആൾക്കാർ കാശുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, അത് വേറെ കാര്യം. ഇപ്പം മെയിനായിട്ടുള്ള ഇലോൺ മസ്ക് അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഇഷ്ടം പോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് നമ്മുടെ ക്രിപ്റ്റോയിൽ. അപ്പോൾ ഇത് ഫ്യൂച്ചേഴ്സ് കോയിൻ എന്നൊക്കെയാണ് ക്രിപ്റ്റോനെ പറയുന്നത്. അപ്പോൾ ഇനി കുറേ കാലം കഴിയുമ്പോൾ ഇനി നമ്മുടെ ഈ നോട്ട് സംഭവമൊന്നും ഇല്ലാണ്ട് ഫുള്ളി പരിപാടി ആയിരിക്കും എന്നാണ് സാധ്യത. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ബൂം സംഭവങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ഇൻട്രസ്റ്റ് ഉണ്ട്, ഇൻട്രസ്റ്റ് അല്ല, ഇപ്പം ഇതിനിപ്പോൾ ടാക്സും സംഭവങ്ങളൊക്കെ ഉണ്ടോ നിങ്ങൾക്കായിരിക്കും. റീസെൻ്റ്ലി നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഈ ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേണിനൊക്കെ നമുക്ക് ടാക്സും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടാക്സ് കൊടുക്കണം, വേറെ കാര്യം. പണ്ടൊന്നും വേണ്ടിയൊന്നുമില്ല, റിട്ടേൺ കിട്ടുന്നത് ഫുള്ള് പോക്കറ്റിലാക്കായിരുന്നു. അപ്പോൾ പക്ഷേ റിട്ടേൺ 30% സംതിങ് ഇപ്പോൾ ടാക്സ് കൊടുക്കണം റിട്ടേണിൽ 30%. അപ്പോൾ അതാണ് സംഭവം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇത് ആക്ച്വലി പ്രൊമോഷണൽ സംഭവമൊന്നുമല്ല. ഞാൻ ആക്ച്വലി കുറേ പേര് നമ്മൾ ചോദിക്കണം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പ് നമ്മൾ ഏതൊക്കെ കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ ജസ്റ്റ് ചുമ്മാ ഒന്ന് കാണിച്ചെന്നാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഞാൻ ഉപയോഗിക്കുന്ന ആപ്പിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയേക്കാം. നമുക്ക് 500 രൂപയിൽ തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഭയങ്കര ചാർജ് കുറവാണ് കമ്പാരിറ്റീവ്ലി. നമ്മളിപ്പോൾ ഒരു എനിക്ക് തോന്നുന്നത് 2000 രൂപ നമ്മൾ ഇടുകയാണെങ്കിൽ നമുക്ക് 2 രൂപ സംതിങ് അവർ ചാർജായിട്ട് പിടിക്കുന്നു, കൺവീനിയൻസ് ചാർജായിട്ട്. ഭയങ്കര ചാർജ് കുറവായിട്ട് ഇവിടെ പിടിക്കുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത അപ്പം തന്നെ ക്രെഡിറ്റ് ആവുന്നുണ്ട്, നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത സംഭവമാണ് കേട്ടോ. ട്രൈ നോക്കാം. എന്തായാലും നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ട്രൈ നോക്കിയേക്കാം. ഞാൻ എന്തായാലും റെക്കമെൻഡേഷൻ പോകുന്നില്ല. അതുപോലെ തന്നെ നിങ്ങളിത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ റെഫറൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാനുള്ള താല്പര്യമുള്ളവർക്ക് ട്രൈ നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മളിനി എങ്ങനെ SIP തുടങ്ങാൻ പോകും, മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് എങ്ങനെ SIP തുടങ്ങാമെന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ പേര് വീഡിയോ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫുള്ളി പ്രൊസീജിയർ കാണിക്കുന്ന പോലെ അതുപോലത്തെ നമ്മൾ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമ്മുടെ 2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം. ബൈ.